സയൻസ് എത്രത്തോളം വിജയിച്ചെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയും ഒരു പുരുഷൻ്റെയും രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയെ നമുക്ക് ജന്മം നൽകാൻ പറ്റുള്ളൂ എന്നുള്ളതാണല്ലോ ഇത്. അതും ദൈവമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ ഇപ്പോൾ ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണെങ്കിൽ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഒരു വലിയൊരു പ്രസംഗം തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ യാതൊരു കഴിവുമില്ലാത്ത ഒരു വ്യക്തി, അതായത് നിരക്ഷരനായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് എഴുത്തോ വായന അറിയാത്ത ഒരു വ്യക്തി. ആ ഒരു വ്യക്തി എങ്ങനെ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 5-ാം അധ്യായത്തിൽ 3-ാം സൂക്തം എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? അതെങ്ങനെ പറയാൻ സാധിക്കും? ഒന്ന്, ഈ ഖുറാനിൽ പറയുന്ന ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബുൾഷിറ്റാണ്.